പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമാണ്. അതിൻ്റെ മാത്രം കാര്യമാണെന്ന് തോന്നുന്നില്ല. നമുക്കെല്ലാവർക്കും പ്രകൃതി ഇഷ്ടമാണ്. ആ പ്രകൃതി അതിൻ്റെ മനോഹാരിത കാണുമ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന തോന്നലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു വചനമുണ്ട്, ഓരോ മനുഷ്യനും ആവശ്യമുള്ളത് ഈ ഭൂമുഖത്തുണ്ട്, പക്ഷേ ഒരാളുടെ പോലും ആർത്തിയെയും ദുരയെയും പൂർത്തീകരിക്കാൻ മുഴുവൻ പ്രകൃതി വിഭവങ്ങൾക്കും സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. അതൊരു വലിയ ദർശനമാണ്, ഒരു വലിയ കാഴ്ചപ്പാടാണ്. കുട്ടിക്കാലത്ത് എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ യാത്ര ചെയ്യാനുള്ളൊരു അവസരമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ സ്കൂളിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കൊക്കെ പഠനയാത്രയുടെ ഭാഗമായി വിനോദയാത്ര പോയത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതിരപ്പള്ളി എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയും അതുവഴി പ്രകൃതിയുടെ ഒരു വലിയ അനിർവചനീയമായിട്ടുള്ള അനുഭൂതിയുമൊക്കെ നമ്മളിലേക്ക് പകരുന്നതിൽ ആ ദൃശ്യങ്ങൾ ഇന്ന് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന ആശയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനത്ത്. പ്രകൃതി സംരക്ഷണം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചോളം ഒരു വികസന പ്രവർത്തനം. ആ ഒരു അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഭരണാധികാരികളെയും പൊതു രാഷ്ട്രീയ സമൂഹങ്ങളെയും കൊണ്ടുവരുന്ന കാര്യത്തിൽ ചെറുപ്പക്കാർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൻ്റെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ കാര്യത്തിൽ നമ്മുടെ യുവാക്കൾ വേണ്ടത്ര മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു അനുഭവമുണ്ട്. സ്വാഭാവികമായി പ്രകൃതി സൗന്ദര്യം കുറയുകയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുന്നുകൾ ഇടിച്ചു നിരത്തപ്പെടുന്നു, മലകളിലൊക്കെ വലിയ ക്വാറിയിങ് പ്രവർത്തനം നടത്തുന്നു, നെല്ല് വിളഞ്ഞു നിന്നിരുന്ന വലിയ മനോഹാരിതയും വലിയൊരു ഗൃഹാതുര ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോയിരുന്ന ആ പാടങ്ങളൊക്കെ മണ്ണിട്ട് നികത്തപ്പെടുന്നു. മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങളും പ്രകൃതി വിരുദ്ധം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ തലമുറകളോളം അല്ലെങ്കിൽ 10,000-കണക്കിന് വർഷങ്ങളോളം മനുഷ്യൻ്റെ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന ചില ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ആണവ ഊർജ്ജവും അണുബോംബുമൊക്കെയായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളായിരിക്കും. ഹിരോഷിമയിലെയും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചിട്ട് 50 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവിടെ തുടരുന്നു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ എന്നെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന അജണ്ട നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഖ്യ ചർച്ചാ വിഷയമായി മാറണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നയരൂപീകരണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഏത് നയം രൂപീകരിക്കുമ്പോഴും ഈ തരത്തിലുള്ള ഒരു തരം ഇക്കോ കോൺഷ്യസ്നെസ് നമുക്ക് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പല പരിപാടികളും ഇത്തരത്തിൽ പ്രകൃതി സംരക്ഷണ പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും കൊച്ചുകുട്ടികളുടെ സാന്നിധ്യം, സ്കൂൾ വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യം ആ ചടങ്ങുകളിലൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും ചെറുപ്പക്കാർ സ്വമേധയാ തയ്യാറായി കടന്നു വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കുകയും ഈ ഭൂമി അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതുപോലെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി കരുതലോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ജനവാസ പാറ്റേൺ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലായിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ താമസിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് 550 കിലോമീറ്റർ നീളമുള്ള ഒരൊറ്റ ഗ്രാമമാണ് കേരളം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ജനവാസ പാറ്റേൺ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന പ്രശ്നം. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന അങ്ങനെ വലിയ ഒരു റോക്കറ്റ് ടെക്നോളജിയൊന്നും അല്ല യഥാർത്ഥത്തിൽ. അത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമുണ്ടെങ്കിൽ, അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു പൊതുസമൂഹമുണ്ടെങ്കിൽ, സാധാരണ ജനങ്ങൾക്കിടയിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള തരത്തിലുള്ള ഒരു സാമൂഹ്യ ബോധം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് നമുക്ക് പരിഹരിക്കാൻ കഴിയാവുന്ന നമ്മുടെ പരിധിക്കകത്തുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ പോലും നമുക്ക് വേണ്ട തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഞാൻ കാണുന്നത്. അതൊരു തരത്തിൽ നമ്മുടെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.